ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് വെനസ്ഡേ ആണ്, നമ്മുടെ പ്രവീണ മാമിന്റെ ഡേ ആണ്. അപ്പൊ മാമിന്റെ ടോപ്പിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിലീഫ് പെർസെവറൻസ് എന്നാണ് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. അപ്പൊ ഈ ഒരു സെഷനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ NLP ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. ഗുഡ് മോർണിംഗ് ഗോപിക. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നല്ല മഴയാണ്, തണുപ്പുണ്ട്, അല്ലെ? പൊതച്ചു മൂടി കിടന്നുറങ്ങുന്നതൊക്കെ ഒക്കെ ഇഷ്ടമാണ്. എന്നാലും രാവിലെ സ്വന്തം മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയ സർവീശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ. Allow yourself the uncomfortable luxury of changing your mind എന്നൊരു കോഴ്സ് ഉണ്ട്. ഒരിക്കൽ കൂടി പറയാം. Allow yourself, നിങ്ങളെ അനുവദിക്കുക. എന്തിന്? The uncomfortable luxury of changing your mind. ലക്ഷറി, നമ്മളൊരു വീട് വാങ്ങിയാൽ അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഉപയോഗിച്ച് ചിലപ്പോൾ ഒരു പുതിയ മൊബൈൽ വാങ്ങിയാൽ നമ്മൾ അതിനെ എന്തൊക്കെ രീതിയിൽ ആഡംബരമായ രീതിയിൽ നല്ലൊരു കവറ്, ഭംഗിയുള്ളൊരു കവറാക്കി മാറ്റും. അതിന്റെ സ്ക്രീൻ ഡിസ്പ്ലേ നമ്മൾ എന്തൊക്കെ ഭംഗി, അപ്പൊ അതിലൊക്കെ നമ്മൾ ആഡംബരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട ആഡംബരത്തിന് നമ്മൾ പ്രത്യേകം അത്രയും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളടക്കം. കാരണം ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ആയിട്ട് മെഡിറ്റേഷൻ ഉണ്ട്, കൃത്യമായ ക്ലാസ് കയറും, എന്നിട്ടും എനിക്ക് ചില മാറ്റങ്ങളിലേക്ക്, ചില ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. Once something is added to our collection of beliefs, you protect it from harm എന്ന് പറയുന്നത്. നമ്മളൊരു വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഒരു 7 വയസ്സിനുള്ളിൽ നമ്മൾ വിശ്വസിക്കപ്പെട്ട് കഴിഞ്ഞ ചില വിശ്വാസങ്ങൾ നമ്മൾ മാറ്റാൻ ചില മടി കാണിക്കുന്നുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. അതായത് നമ്മുടെ ആ വിശ്വാസത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ആരെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ പല വാദപ്രതിവാദങ്ങളും നടത്തും. ഒരു പക്ഷെ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരുപാട് തിയറികൾ ഞാൻ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടപ്പോൾ എന്റെ മനസ്സിലും അത്തരം തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒരു പൈസ ഒരാൾക്ക് ഒരു കാശ് കൊടുക്കുന്ന സമയത്ത് ഐ ബ്ലസ് യു അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇതിനൊക്കെ ഒരു അർത്ഥം? ഇതൊക്കെ വെറും തിയറികൾ മാത്രമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം, ഇഷ്ടമുള്ളത് നമുക്കൊരു ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നിയാൽ നമ്മളത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കഴിക്കണം. അപ്പൊ ഞാൻ മനസ്സിലെന്ന് വിചാരിച്ചേ, ഇവർക്ക് ഇതൊക്കെ തിയറി അങ്ങ് പറഞ്ഞു പോയാൽ മതി, കാശ് എന്റെ കയ്യിൽ നിന്നല്ലേ പോകുന്നത്, ഇത് എവിടെ നിന്നുണ്ടാകും, ഞാൻ അധ്വാനിച്ചെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നടന്ന കുറച്ച് നാളുകളുണ്ട്. അതായത് ഒരു ബില്ല് വരുന്ന സമയത്ത് ഈശ്വര, കറണ്ട് ബില്ല് കഴിഞ്ഞ മാസത്തെക്കാളും ഈ മാസം കൂടുമ്പോ ഇതെങ്ങനെ, കാരണം എനിക്ക് കിട്ടുന്ന സാലറി ഇത്രയല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് ആശ്വാസത്തോടെ കാണുന്നത്, എങ്ങനെയാണ് ഇതെനിക്ക് അടയ്ക്കാൻ കഴിയും എന്നൊരു പുഞ്ചിരിയോടുകൂടി വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഒരു ബിലീഫ് സിസ്റ്റം എനിക്കും ഉണ്ടായിരുന്നു. ആ ബിലീഫ് സിസ്റ്റത്തെ ഇത് ശരിയല്ല, നിങ്ങൾ ഇതിൽ നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നൊരു അറിവ് അന്ന് കിട്ടിയപ്പോൾ അത് സ്വീകരിക്കാൻ ഒരു മടി കാണിച്ചു. ഇതിനെയാണ് ബിലീഫ് പ്രിസർവറൻസ്, അല്ലെങ്കിൽ ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന മറ്റൊരു തിയറി ആയിട്ട് കണക്ട് ആവുന്നത്. ഇതിനെയാണ് പറയുന്നത് ബാക്ക് ഫയർ ഇഫക്റ്റ്. നിങ്ങൾ ആ ചിത്രം കണ്ടോ എന്നറിയില്ല. സാധാരണ ഒരു തോക്കിന്റെ കുഴൽ, ആ വെടിയുണ്ട പുറത്തേക്ക് നേരെ മുന്നോട്ടാണ് നമ്മൾ വെടിവെക്കുമ്പോൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വെച്ച വെടി നമ്മളിലേക്ക് തിരിഞ്ഞ്, ആ കുഴൽ നിങ്ങൾ കണ്ടോ, തിരിച്ച് നമ്മളിലേക്കാണ് ഇരിക്കുന്നത്. ഈ ബിലീഫ് സിസ്റ്റം നമ്മൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നതോ അത് അത്രത്തോളം അപകടമാകുന്ന രീതിയിൽ നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ്. അന്ന് ഇത്തരത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെ അത് മാനേജ് ചെയ്യാൻ
ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ന് ലോണുകൾ ഉണ്ടെങ്കിലും ഒക്കെ അത് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഞാൻ ഈ ലോണ് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പൊ അത് എൻ്റെ ഒരു സന്തോഷമായിരുന്നു, ഒരു ലക്ഷ്യമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ആ ബാങ്കിൽ നിന്ന് അത് EMI ആയിട്ട് ഡിഡക്റ്റ് ആവുമ്പോൾ ഈശ്വര, ഇപ്രാവശ്യം ഒരു EMI പോയല്ലോ എന്നൊരു വിഷമത്തിന് പകരം ആ കാര്യം ഭംഗിയായിട്ട് എനിക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നൊരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് ഞാൻ വളർന്നു വന്നു കഴിഞ്ഞു. തിരിച്ച് ഞാൻ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എന്ന് തീരുമോ എന്തോ. പക്ഷെ അത് എടുത്തതിന്റെ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച കാര്യം ഞാൻ മറന്നു പോവാണ്. ഇവിടെ ഈ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ മുറുകെ പിടിച്ചിരുന്നാൽ അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, തുടർന്ന് അടുത്ത മാസത്തിലേക്ക് ഇത് ഒരുപക്ഷെ ഈ EMI അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മളിലുള്ള ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയമായിരിക്കാം. ഇത് നടക്കുമോ എന്നൊരു സംശയം, സെൽഫ് സബോട്ടേജ് അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് എന്നൊക്കെ ഇതിനെ പറയാം. ഈ ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വഹിക്കുന്നിടത്തോളം കാലം നമ്മളുടെ വിശ്വാസം നമ്മളെ തന്നെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നമ്മളെ തന്നെ മുറിവേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാനാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ ഒരു മാജിക്കിൽ നിങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് എ ടെൻഡൻസി. അപ്പൊ ഈ ബാക്ക് ഫയർ ഇഫക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിലീഫ് പ്രിസർവറൻസ് എന്ന് വേണമെങ്കിൽ അതിനെ മാറ്റി പറയാം. ഈ ബാക്ക് ഫയർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ്. എന്തിന്? ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് some people to resist accepting evidence that conflict with their belief. നമ്മുടെ വിശ്വാസത്തെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ അതിനെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ഇൻഫർമേഷൻ വരുമ്പോ അത് റിസീവ് ചെയ്യാൻ ചിലവര് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ ആ വിശ്വാസം അത് നല്ല വിശ്വാസം അല്ലെങ്കിൽ നമ്മളെ തിരിച്ചു മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടുതൽ കൊണ്ടുപോകും. മറിച്ച് അതായത് ഇപ്പൊ ഞാൻ റിച്ച് ആണ് എന്ന് നിങ്ങൾ പറയും, ആണോ എന്നൊരു സംശയം നമുക്കുണ്ടാവും. എനിക്ക് എന്തായാലും ഇതൊന്നും നടക്കുന്നില്ലല്ലോ ഈശ്വര, ഇത്രയൊക്കെ ആയിട്ടും എന്റെ കാര്യങ്ങളൊന്നും വരിക. പക്ഷെ അവിടെ പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ, ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നത്, അഭിനയിക്കുക. നിങ്ങൾ ഇപ്പൊ റിച്ചാണ്, എന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്. നിങ്ങൾ നോക്കൂ, റിച്ചായ ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കടം. നിങ്ങൾ കണ്ടിട്ടില്ല ഇത്ര ആസ്തി കടങ്ങൾ. എന്നിട്ട് അവര് എന്തെങ്കിലും പ്രശ്നം വരുമ്പം അവരെന്ത് ചെയ്യുന്നു? അവരത് കൂളായിട്ട് മാനേജ് ചെയ്ത് പോവാണ്. അപ്പൊ റിച്ച് പീപ്പിൾ ഈസ് ഫേസിങ് സം സിറ്റുവേഷൻസ് ഇൻ ദർ ലൈഫ്. പക്ഷെ അവരുടെ വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇതും എനിക്ക് ചെയ്യാൻ സാധിക്കും. ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹീല് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഹീല് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു പക്ഷെ ആ വിശ്വാസം നമ്മളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറാത്തത്. അതിന് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മളിൽ ബുദ്ധിമുട്ടിക്കുന്ന അത്തരം വിശ്വാസങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹീല് ചെയ്യാൻ തയ്യാറാവുക. ഹീല് ചെയ്യാൻ തയ്യാറാവുന്നത് ഒരുപക്ഷെ എളുപ്പം പറ്റുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമാണ്. എനിക്കിത് സാധിക്കും എന്ന് തിരിച്ചറിയാൻ മെഡിറ്റേഷനിലൂടെ നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ആ മെഡിറ്റേഷനിൽ ഒരുപക്ഷെ നമ്മൾ സ്വയം നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇത് കൂടുതലും ഈ ബാക്ക് ഫയർ ഇഫക്റ്റ് സംഭവിക്കുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലാണ്. അതായത് ബാക്ക് ഫയർ മാനിഫെസ്റ്റേഷൻ എന്ന് കൂടി ഇതിനെ കൂട്ടിച്ചേർത്ത് പറയാം. ഈ മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. പക്ഷെ ഈ ആഗ്രഹിക്കുന്ന ചിലത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാത്തത് കാരണം ഈ ബാക്ക് ഫയർ മാനിഫെസ്റ്റേഷൻ കൊണ്ടുമാണ്. അതായത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, എനിക്കൊരു വീട് വെക്കണം, എനിക്കൊരു വണ്ടി മേടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഒരുപാട് കാര്യങ്ങൾ. ഇത് നടക്കുമോ? എന്റെ സാലറി ഇത്രയേ ഉള്ളൂ, ഈ സാലറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് സാധിക്കുമോ എന്നൊരു തോന്നലിലേക്ക് നമ്മളിലേക്ക് വരാം. ഈ ലിമിറ്റിംഗ് ബിലീഫ് നിൽക്കുമ്പോഴാണ് ഒരു പക്ഷെ ഇതൊരു ബാക്ക് ഫയർ എഫക്റ്റിലേക്ക് പോകുന്നത്. നമുക്കത് കറന്റ്ലി ഉള്ള സാലറിയിൽ നിന്ന് പോലും നമുക്ക് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ പറ്റാതെ വരും. എന്റെ ഈ ഒരു സാലറിയിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹം അതാണ് ഇപ്പോ എന്റെ കറന്റ് സിറ്റുവേഷൻ. ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ മെച്ചപ്പെടാം, അല്ലെങ്കിൽ ഇതിൽ പുതിയ അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഇത്തരം നമ്മളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഹീല് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളൊരു എഫേർട്ട് എടുക്കണം. ബാക്ക് ഫയർ എഫക്റ്റ് എന്ന് പറയുന്നത് ആ എഫേർട്ടിനെ നമ്മൾ മറികടക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ തിരിച്ചത് എപ്പോഴും
എപ്പോഴും നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷെ നോക്കൂ, ഇത്രയും കാലം അല്ലെങ്കിൽ ഈ ഒരു ബി മാജിക്കിൽ വന്നപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു, അന്ന് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് എന്റെ റൂമിലിരുന്നിട്ടാണ് ക്ലാസ് എടുത്തോണ്ടിരുന്നത്. പിന്നീട് ഞാൻ ജോലി ആവശ്യാർത്ഥം ഇവിടെ പെരുമ്പാവൂരിലേക്ക്, എറണാകുളം ജില്ലയിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ നടക്കും എന്നൊരു അവസ്ഥ. പക്ഷെ എനിക്ക് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് അത് പകരുമ്പോൾ ഞാൻ കൂടി അത് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിന്റെ ഒരു ആഗ്രഹം കൂടുതൽ വർദ്ധിച്ചത്. പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഡൈനിങ് ഹാളിലേക്ക് വന്നു. പിന്നെ നോക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ കുട്ടികളുടെ, അതായത് അവിടെ ഇവിടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണെങ്കിലും 1-2 കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവർ പഠിക്കാൻ വേണ്ടി രാവിലെ 5 മണിക്ക് അവിടെ ഇരുന്ന് ഉറക്കെ വായിച്ചിരുന്ന് പഠിക്കുകയാണ്. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ കംഫർട്ടായിട്ട്, അതായത് സ്മൂത്ത് ആയിട്ട് എടുക്കാം, അവരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്. അത് ഏകദേശം പിന്നീട് അത് നോക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ടെറസ് പോയിരുന്നു, കറണ്ട് പോയി, എന്തെല്ലാം അവസ്ഥകൾ നിങ്ങൾ പലപ്പോഴും കണ്ടവരുമാണ്. ഇപ്പൊ നോക്കൂ, പുതിയ വാർഡൻ വന്നു പുറത്തുള്ള വിസിറ്റിംഗ് റൂമിലേക്ക് വളരെ സ്വസ്ഥമായിട്ട്. കാരണം ഇത് മുന്നേ എനിക്കിത് തുറന്നു കിട്ടിയിരുന്നില്ല, ഇത് പുറത്താണ്, റൂമിന്റെ ഒക്കെ ഞങ്ങളുടെ പുറത്താണ് വിസിറ്റിംഗ് റൂം ഉള്ളത്. അപ്പൊ അവിടെ രാത്രി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ പുതിയൊരു വാർഡൻ വന്നപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ അവരെനിക്കത് രാവിലെ നേരത്തെ തുറന്നു തന്നു. കാരണം 6 മണിക്ക് ഗേറ്റ് തുറക്കുള്ളൂ. അവരെനിക്ക് ആ പുറത്തേക്കുള്ള, അതായത് ഈ മെയിൻ ഗേറ്റ് പുറത്തുള്ള ഈ റൂം എനിക്ക് തുറന്നു തന്നു. നോക്കൂ, നമ്മൾ ആഗ്രഹം, എന്റെ ബിലീഫ് സിസ്റ്റം ഇത് എങ്ങനെ നടക്കുമോ, ഇത് നടക്കാൻ പോകുന്നത് എന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞ് ആ ബിലീഫ് സിസ്റ്റത്തിൽ തന്നെ ഞാൻ നിന്നിരുന്നുവെങ്കിൽ ഇത് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിൽ. കാരണം ഇന്ന് ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ പഠിക്കുകയാണ്, ഞാൻ ഹീൽ ചെയ്യപ്പെടുകയാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എന്നിലുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാവണം. അവിടെ അൺകംഫർട്ടബിൾ ലക്ഷറിയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. അത് അൺകംഫർട്ടബിൾ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ഇത് നടക്കണം, അല്ലെങ്കിൽ നടന്നാൽ ഇതൊക്കെയാണ് എന്റെ ഗുണങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് നടക്കില്ല എന്ന് പലപ്പോഴും പറഞ്ഞ് പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിവെച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുമെന്ന് വിശ്വാസത്തോടു കൂടി, കാരണം അത് നടക്കും എന്ന് വിശ്വാസത്തോട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും തിരിച്ചറിഞ്ഞപ്പോൾ ആ ബാക്ക് ഫയർ ഇഫക്റ്റിനെ മാറ്റി നിർത്തി ഹീല് ചെയ്ത് എന്റെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റാനായി എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസിനെ കൂടുതൽ ആർജവത്തോടു കൂടി സ്വീകരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നടക്കാൻ തുടങ്ങി. അത് കൂടുതൽ സ്മൂത്ത് ആയി നടന്നു തുടങ്ങി. യൂണിവേഴ്സ് അതിനായി പുതിയ പുതിയ വാതിലുകൾ തുറന്നിടാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതിലേക്കായിട്ട് പുതിയ ഇൻഫർമേഷൻ, പല അറിവുകളുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വാതിലുകൾ തുറക്കുമ്പോൾ അത് കൂടുതൽ സ്വീകരിക്കാനുള്ള മനസ്സുമായി മുന്നോട്ട് നടന്ന് നീങ്ങണം എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അത്തരം നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മളെ തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തോക്കുകൊണ്ട് വെടിവെച്ചാൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥ, ബാക്ക് ഫയർ ഇഫക്റ്റ് നമ്മളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് തിരിച്ചറിയുന്നത്. ബി മാജിക്കിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതിലൂടെ കൃത്യമായിട്ട് 5 ദിവസവും മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾക്ക് വാതിലുകൾ തുറന്നു തരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാനിത് മറ്റുള്ളവരോട് ഫോർഗീവ്നെസ് കാണിച്ചാൽ എങ്ങനെ എനിക്ക് സമാധാനം കിട്ടും എന്ന ചിന്തയുമായിട്ട് ഇരുന്നാൽ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് ആ ബിലീഫ് സിസ്റ്റത്തെ മറികടക്കാൻ സാധിക്കില്ല. ആ ഫോർഗീവ്നെസ് നൽകാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളിലേക്ക് തന്നെ മുറിവുകളായി തിരിച്ചു വരും എന്നുള്ളത് തീർച്ചയാണ്. പകരം നോക്കട്ടെ, ബിലീഫ് ഫോർഗീവ്നെസ്, അവർക്ക് മാപ്പ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് സ്ഥിരമായി അതിന്റെ പിന്നിൽ കൂടുമ്പോൾ നമ്മുടെ ആ പാസ്റ്റുള്ള മുറിവുകൾക്ക് ഹീലിംഗ് സംഭവിക്കും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഈ ബാക്ക് ഫയർ എഫക്റ്റ് നമ്മളിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുള്ളൂ. ഓർക്കുക, എന്തെല്ലാം ബിലീഫ് സിസ്റ്റമാണ് എന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത്, അത് എന്നെ ഇപ്പോഴും മുറിവേൽപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ ചെറുപ്പകാലം മുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത്തരം ബിലീഫ് സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞ് ഹീല് ചെയ്യാൻ തയ്യാറാവുക. ഹീല് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്നത് തീർച്ചയാണ്. ഇത്തരം ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ ഞാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് എനിക്ക് വാതിലുകളായി മുന്നിൽ തുറക്കപ്പെടുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു കണ്ണും കാതും മനസ്സുമായി മുന്നോട്ട് നീങ്ങാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും ഊർജവും നമുക്ക് കിട്ടും. തീർച്ചയാണ്.
ഒരു പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥയിലൂടെ പോലും പലപ്പോഴും ഞാനും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത്തരം കുഞ്ഞു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത് നടക്കും. ഒരു കാശ് കൊടുക്കുമ്പോൾ അവരെ ബ്ലസ് ചെയ്യുന്നു, എനിക്കിത് നൽകാൻ കഴിഞ്ഞു, എന്റെ ഈ മാസത്തെ EMI ലോണുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറി. അവിടെ എന്റെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ സമർപ്പിച്ച ഒരു അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോകുമ്പോൾ എനിക്കത് സാധിച്ചുവല്ലോ എന്ന് നന്ദിയോടെ ഓർക്കുമ്പോൾ പുതിയ പുതിയ അവസരങ്ങളിലേക്ക് വരും. അത് അടുത്ത മാസം വളരെ സ്മൂത്തായിട്ട് നടന്നു പോകാനും നമുക്ക് സാധിക്കും എന്ന് അനുഭവ സാക്ഷ്യം കൊണ്ട് എനിക്കും തീർച്ചയായിട്ടും അറിയാം. ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാകും. എന്തായാലും നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മളെ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ബാക്ക് ഫയർ ഇഫക്റ്റ് മൂലം നമ്മളെ മുറിവേൽപ്പിക്കുന്ന ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ കണ്ടെത്തുക. ആ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഹീല് ചെയ്യാൻ തയ്യാറാവുക. ഹീല് ചെയ്യാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഒരു പുതിയ മെന്ററെ കണ്ടെത്താം, നിങ്ങളുടെ ഫ്രണ്ടിനോട് തുറന്നു പറയാം, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ ആവശ്യമായ അറിവുകളെ നേടിയെടുക്കാൻ വായനയിലൂടെയോ ക്ലാസ്സുകളിലൂടെയോ ഒക്കെ പങ്കെടുത്ത് നമ്മുടെ അറിവുകളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുക. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ നടത്തിക്കൊണ്ടുപോകും. തീർച്ചയാണ്. എന്തായാലും ബാക്ക് ഫയർ ഇഫക്റ്റ് എന്ന പ്രശ്നത്തെ ഓവർകം ചെയ്തുകൊണ്ട് സ്വയം ഉള്ള വിശ്വാസങ്ങളെ കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കാതിരിക്കാൻ, അതിനെ കണ്ടെത്തി ഹീല് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പുതിയ അറിവുകളെ തേടിയുള്ള യാത്ര നമ്മളെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക്, നമ്മുടെ ഗോളിലേക്ക് എളുപ്പം നമ്മളെ കൊണ്ടുപോകും. കാരണം അത്തരം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷറി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ഞാൻ ഇതിന് തയ്യാർ, എന്റെ മനസ്സിൽ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഇത് മറ്റൊരു തരത്തിൽ കൂടെ നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം. മാനിഫെസ്റ്റേഷന് മാത്രമല്ല, ചില വ്യക്തികളുടെ കാര്യത്തിലും നമുക്ക് ചില ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഇവരെന്തായാലും നേരെയാകാനൊന്നും പോകുന്നില്ല എന്നൊരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഇതാണ്, അവരിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായില്ലേ, അവിടെ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം പോലും നമ്മളിലുള്ള ബിലീഫ് സിസ്റ്റമാണ്. അതായത് നമ്മളിൽ അപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബുദ്ധിമുട്ടിച്ച വ്യക്തികൾക്കും അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ, അവർക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കും മാറ്റങ്ങൾ ഉണ്ടാകും, അവരിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഫോർഗീവ്നെസ് തയ്യാറാകുമ്പോൾ നമ്മുടെ മുറിവേൽപ്പിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയെടുക്കുക. ആ ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു അൺകംഫർട്ടബിൾ ലക്ഷറി നൽകുക. നമ്മൾ നൽകിയെങ്കിൽ മാത്രമേ അവിടേക്ക് വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. ഒരു മുറിവുണ്ടെങ്കിൽ മാത്രമല്ലേ അവിടേക്ക് വെളിച്ചം വരികയുള്ളൂ. ഒരുപക്ഷെ വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ചെറിയ മുറിവുകൾ യൂണിവേഴ്സ് നമുക്കായി നൽകിയിട്ടുണ്ടാവും. ആ മുറിവുകളിലേക്ക് വെളിച്ചം നൽകാൻ ശ്രമിക്കുക. അതിനെ കെട്ടിപ്പൂട്ടി മുറുക്കി കൂട്ടാതെ അതിനെ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി, നമ്മൾ ഒരു മുറിവുണ്ടായാൽ നമ്മളൊന്ന് ബാൻഡേജ് വെച്ച് കെട്ടുമല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊന്ന് ഇളക്കി നമ്മളിത് ബാൻഡേജ് ഒന്ന് മാറ്റി അവിടെ മരുന്നുകളൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് വീണ്ടും അതൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും മുറിവേറ്റ് കിട്ടും. ആ മുറിവുകളിലേക്ക് വെളിച്ചം പകരുക. മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ മുറിവുകളിലേക്ക് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ കൊണ്ടുവരിക. എവിടെയാണ് എന്റെ ബിലീഫ് സിസ്റ്റം എന്നെ അത്തരത്തിലൊരു മുറിവുകളിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തി അതിനെ ഹീല് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ബാക്ക് ഫയർ ഇഫക്റ്റിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷനിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കരുത്ത് നൽകും. തീർച്ചയാണ്. അത് ക്ഷമയോടുകൂടി നമ്മുടെ ഓരോ ബിലീഫ് സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള കരുത്തും ഊർജവും ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബാക്ക് ഫയർ ഇഫക്റ്റ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് I bless you all, I thank you all and I love you all. Good day. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. അപ്പോൾ നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ എന്തിന്റെ നമ്മുടെ അടിസ്ഥാനം നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം തന്നെയാണല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ ഈ സെഷൻ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടൊരു നോട്ട്സോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. ദെൻ സംസാരിക്കാൻ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ധനുജ്.
ഹായ് മാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. മാം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്, അതുപോലെ മെന്റൽ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഹെൽത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകും. മെന്റൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ പലരും നമ്മൾ പുറത്ത് പറയാറില്ല. കാരണം വെച്ചാൽ നമുക്ക് പല പല ട്രോമാസ് ഉണ്ടാവും, പല പല മൈൻഡ് ബ്ലോക്സ് ഉണ്ടാവും, പേടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മെന്റൽ ഇഷ്യൂസിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരും അങ്ങനെ ശ്രമിക്കാറില്ല. അപ്പൊ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഒരു പേടിയായിരിക്കാം, ചില പഴയ ട്രോമാസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ട്രോമാസ് മാറ്റിയാലേ എന്തെത്തുള്ളൂ, അവരെന്താണ് ആഗ്രഹിക്കുന്ന അതേ ലൈഫിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു കാര്യമാണ് ബിലീഫ് സിസ്റ്റം. നമ്മൾ എന്താണോ നമ്മൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, എല്ലാത്തിന്റെ ഒരു ഒരു പോയിന്റ് ഔട്ട് ആണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാഡം പറഞ്ഞു തന്നു. അപ്പൊ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ അത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നടക്കുവോ, താങ്ക്സ് പറഞ്ഞ് നടക്കുവോ, പിന്നെ നമ്മള് താങ്ക്സ് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ സോറി പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ വർക്കൗട്ട് ആകുമ്പോൾ നമ്മൾ മൈൻഡ് തന്നെ എന്ത് നെഗറ്റീവായിട്ട് പ്രതികരിച്ചു തുടങ്ങും. ഈ പ്രതികരണത്തിൽ നിന്ന് നമ്മളിങ്ങനെ ബാക്കപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത വർഷങ്ങളോളം നമ്മൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ, അല്ല നമ്മുടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമൊക്കെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 90 days എങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മാറത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അറിവ് കിട്ടിയതിന് താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് തനുജ്, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. നേരത്തെ കേട്ടിട്ടുള്ളതൊക്കെ ആണെങ്കിലും മാം പറഞ്ഞപ്പം കൂടുതലൊരു എനർജിയും ധൈര്യമൊക്കെ കിട്ടുന്നത് പ്രാവർത്തികമാക്കാനായിട്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. വെൽക്കം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ ആ പറഞ്ഞ വാക്ക് ചിന്തിക്കായിരുന്നു. കാരണം കറണ്ട് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ വരുമ്പോ ഇന്നിപ്പോ എനിക്ക് കറണ്ട് ഇല്ല, അപ്പൊ കറണ്ട് ഇല്ലാതെ എങ്ങനെ ക്ലാസ് എടുക്കും? അതൊരു ക്ലാസ് ആക്കി മാറ്റി. ചില സമയത്ത് തിരക്ക് ആളുകളുടെ വാഹനത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കാം, അപ്പൊ അതൊരു ക്ലാസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ് തന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഇപ്പൊ ഇന്നൊരു സെറ്റപ്പിലെത്തി, റൂമും അതിന്റെ ബേക്കിന് നല്ല ഒരു പറഞ്ഞിട്ടുള്ള കാറ്റനും ഒരു വിൻഡോയും ഒക്കെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ എത്തി എന്ന് പറയുമ്പോൾ അതിന് സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കും. ഈ മാജിക്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ ഇത് നേടാൻ കഴിയുമോ എന്ന് സംശയമുള്ളവർക്കുണ്ടാവും. അപ്പൊ ആ സംശയം നാളെ തീർക്കാൻ പറ്റും. നാളെ എന്റെ സ്റ്റോറിയാണ്, അപ്പൊ അതിന് തീർക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ തീർക്കാൻ നമുക്ക് സാധിക്കും, അത് ഹീല് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു തന്നതിന് താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ദെൻ നാളെ നമുക്ക് 1500ാമത്തെ എപ്പിസോഡാണ് നമ്മുടെ. അപ്പൊ റസാഖ് സാറിന്റെ മൈ സ്റ്റോറിയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് മെമ്പേഴ്സിന് നാളെ ഇതിൽ ഒരുപാട് ജോയിൻ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എല്ലാവരോടും നാളെ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാൻ പറയും. നാളെ എന്നാൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ്. ഇന്ന് 1499 ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും പോസ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പോൾ നാളെയാണ് 1500ാമത്തെ ദിവസം വരുന്നത് നമുക്ക്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഉള്ളവരോടൊക്കെ എല്ലാവരോടും നിർബന്ധമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഈ ഒരു സെക്ഷനിൽ ഇനി നോട്ട്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, മുന്നോട്ട് വന്ന് സംസാരിക്കാം കേട്ടോ. ഹലോ, അതിന്റെ വേണ്ടിട്ട് മാമിനൊരു തരത്തിലുള്ളത് അപ്പൊ ഫീഡ്ബാക്കിങ് ആൾക്കാർക്ക്. അപ്പോ ഗ്രൂപ്പില് സംസാരിക്കട്ടെ. ഗ്രൂപ്പില് ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞാല് പ്രവീണ മാമിന് ഞാൻ എത്തിച്ചു കൊടുക്കും.
അപ്പൊ ഇന്ന് എന്ത് ചെയ്യാം, ഇന്ന് ഫീഡ്ബാക്ക് പറയാം ഗ്രൂപ്പില്. ഇന്ന് പറയുന്നതൊക്കെ പ്രവീണ മാം കേൾക്കും. അതെ. Okay, thank you, Praveena ma'am. Thank you all. ഓക്കെ, ഇതിലൊരു സന ഹിന്ദു എന്നുള്ളവരൊന്നും അനുഭവത്തിൽ സംസാരിക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. കേൾക്കാലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പൊ എല്ലാവരുടെ ഫീഡ്ബാക്ക് നമ്മളിപ്പോ ആൾമോസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ഇനി സംസാരിക്കാൻ എല്ലാവർക്കും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ മാമിന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോൺ. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. Thank you, Praveena ma'am. Okay, Thank you all. thank you, Praveena ma'am. Thank you, Praveena ma'am.